ഹലോ ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. ഇത് നമുക്ക് സെൻറ്റർ ക്ലിപ്പായിട്ട് യൂസ് ചെയ്യാം, നമുക്കിത് അലിഗേറ്റർ ക്ലിപ്പിലും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കുന്തൻ സ്റ്റോണാണ്. കുന്തൻ സ്റ്റോൺ ഇത് മാറ്റ് കുന്തനും സെറാമിക് കുന്തനുമാണ്. പിന്നെ നമ്മുടെ ഫ്രെയിമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രെയിം പല സൈസിലും പല ലെങ്തിലും നമുക്ക് അവൈലബിൾ ആണ്. സൈസ് നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. B7000 ഗ്ലൂ എടുക്കുക. ഈ ഗ്ലൂ കുറേശ്ശെ നമ്മൾ ഫുള്ളായിട്ടല്ല അപ്ലൈ ചെയ്യുന്നത്, കുറേശ്ശെ നമുക്ക് ചെയ്യാൻ എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ളത് അപ്ലൈ ചെയ്യുക. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും അത് നമുക്ക് പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് ഏത് ഷേപ്പിലാണോ ചെയ്യാൻ ഇഷ്ടം ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ചെയ്യുക. നോക്കിയേ, ആദ്യം ഒരു ഫ്ലവർ പോലെ ചെയ്യുക. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മളൊന്ന് ആ എഡ്ജൊക്കെ എല്ലാം ഒരുപോലെ ആ ഒരു 4 എഡ്ജ് സെൻറ്ററിൽ ഒരുപോലെ വരുന്ന രീതിയിലൊന്ന് അറേഞ്ച് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്നാൽ നല്ല രീതിയിൽ അവിടെ ഫിക്സ് ആയിരിക്കാൻ. അടുത്തത് വീണ്ടും അടുത്തൊരു ഫ്ലവറിൻ്റെ രീതിയിലുള്ള നമ്മൾ ചെയ്യുക. ഇനി അങ്ങോട്ട് സെയിം ഈ ഫ്ലവർ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. വീണ്ടും സെയിം മെത്തേഡ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് പറയാറുണ്ടല്ലോ, ഈ ബീഡ്സ് ഇങ്ങനെ എടുത്ത് വെക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഗ്ലൂവിൻ്റെ സ്റ്റിക്കുണ്ട് കേട്ടോ, നമുക്ക് അവൈലബിൾ ആണ്. അത് മാർക്കറ്റിൽ നമുക്ക് ഓൺലൈനിലെല്ലാം അവൈലബിൾ ആണ്. അത് വാങ്ങിച്ചിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. ആ ഗ്ലൂ സ്റ്റിക്കിലൊന്ന് പ്രസ് ചെയ്തെടുത്ത് ഇങ്ങനെ വളരെ പെട്ടെന്ന് ഒട്ടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ചെയ്യുന്ന അതേ കാര്യം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക, നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് അവയെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നമ്മളിനി സെൻറ്ററിൽ ഒരു സ്റ്റോണോ എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ അത് കൊടുക്കുമ്പോൾ എല്ലാം ഒന്ന് അടിയിലുള്ള എല്ലാം നല്ലൊരു ഫിനിഷിംഗ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതെല്ലാം ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം നമ്മുടെ എഡ്ജ് 2 സൈഡും ഇല്ലേ ചെയ്യുന്നതെല്ലാം ഒരുപോലെ ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഇതുപോലെ തന്നെ സെയിം മെത്തേഡ്, ആദ്യം ഒരു ബീഡ്സ്, പിന്നെ മേളിലും താഴെയും 2 സെൻറ്ററിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 4 അങ്ങനെ കൊടുക്കുന്നതേ ഉള്ളൂ. നോക്കി, അപ്പോൾ നിങ്ങൾ പറയും ഇത് വളരെ സിമ്പിളല്ലേ. ഇത് സെയിം മെത്തേഡ് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിൽ സെയിം മെത്തേഡ് കൊടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇതേ മെത്തേഡ് ഇപ്പം നിങ്ങൾക്ക് ഇത് ഞാൻ 4 ബീഡ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് 6 ആണെങ്കിൽ 6ഉം കൊടുക്കാം കേട്ടോ. അത് 6 സെയിം ഇതേപോലെ തന്നെയാണ്. ഈ സൈഡ് ഗ്യാപ്പിൽ ആ 2 ബീഡ്സ് കൂടെ കവറായി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ ബാക്കിയെല്ലാം അങ്ങ് ഫിനിഷ് ചെയ്തത് ഇതുപോലെ. അപ്പോൾ നമ്മൾ വെക്കുന്നതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് വെക്കുക. ഇനി ആ ഒരു ഗ്യാപ്പ് വന്നില്ലേ, ആ ഗ്യാപ്പ് വന്ന ആ സെൻറ്ററിലെല്ലാം ഞാൻ സ്റ്റോണാണ് കൊടുക്കുന്നത്. സ്റ്റോണല്ല, നമ്മുടെ സെറാമിക് ബീഡ്സാണ് കൊടുത്ത് അവിടെ നിന്ന് ഫിനിഷ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റോൺ ആണെങ്കിൽ സ്റ്റോൺ കൊടുക്കാം, ഗോൾഡൻ ബീഡ്സ് ഉണ്ടെങ്കിൽ ഗോൾഡൻ ബീഡ്സ് കൊടുത്താലും മതി കേട്ടോ. അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എന്ത് സ്റ്റോണാണോ, ഇനി നമ്മുടെ മാറ്റ് കുന്തനാണോ, എന്താണുള്ളത് അതിൻ്റെ ഗ്രീനോ അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പിനേഷൻ ഉള്ളത്, വൈറ്റ് കൊടുക്കാം, നമുക്ക് കോമ്പിനേഷൻ റെഡ് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാനിവിടെ സെറാമിക്കാണ് കൊടുത്തത് കേട്ടോ. ഇതുപോലെ ഒന്ന് സെൻറ്ററിലേക്ക് നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് എല്ലാം ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഞാൻ ഈ സൈഡിൽ നമുക്ക് ആ സൈഡിലൊരു ഗ്യാപ്പ് കാണില്ലേ, ആ ഗ്യാപ്പിലും ഞാൻ ഇതുപോലെ ബീഡ്സാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഓരോ സൈഡിൽ ഒന്ന് ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ബീഡ്സ് ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് വെക്കുക അവിടെ. എന്നിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക പ്രസ് ചെയ്ത് നമ്മളെ കൈ കൊണ്ടൊക്കെ ഒന്ന് നല്ല നീറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്കിത് ഇളകി പോകത്തില്ല. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്, നമ്മളെ ഈ ഗ്ലൂ ഒക്കെ വെച്ച് നന്നായിട്ട് ചെയ്യുന്നതുകൊണ്ട് അത് പെട്ടെന്ന് ഇളകത്തില്ല. നമുക്ക് ഡെയിലി യൂസിനോ അങ്ങനെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഞാനൊക്കെ അത് ഉപയോഗിക്കുന്നതാണ്, നമ്മൾ സെല്ല് ചെയ്യുന്നതുമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്നും ചെയ്യാതെ തന്നെ ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും. അത് നല്ല മനോഹരമായിട്ട് തന്നെ ഇരിക്കും. അതിൻ്റെ കളറൊന്നും പെട്ടെന്ന് ഫെയ്ഡായി പോകുക അങ്ങനെയൊന്നുമില്ല. നോക്കി, വളരെ സിമ്പിളായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് പല കളറിൽ നമുക്ക് കുന്തൻ സ്റ്റോൺസൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. ചിലവർ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ കമൻറ്റിൽ, ആ സാധനങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. നോക്കി, ആ സമയം കൊണ്ട് ഞാൻ അതെല്ലാം അങ്ങ് ഫിനിഷ് ചെയ്ത് ഇത് എന്താ പറയുക, നമ്മളത് എടുത്ത് വെച്ച് ചെയ്യുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. നോക്കി, അതിൻ്റെ ഒരു ക്ലോസർ ലുക്ക് കണ്ടില്ലേ, നല്ല ഭംഗിയാണ്. ആ ഒരു സെറാമിക്കിൻ്റെ കോമ്പിനേഷൻ കൂടെ വന്ന് നല്ല ഭംഗിയാണ്. എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ.